നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ തെറ്റാകുന്നത് വരെ അഥവാ ഫാൾസ് ആകുന്നത് വരെ നമ്മൾ ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇതിങ്ങനെ തുടർച്ചയായി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ. സോ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ആദ്യം അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവുന്നു. സോ വീണ്ടും വന്ന് ഇതിവിടെ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആണെങ്കിൽ ഇതിങ്ങനെ ആ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ സോ ഒരിക്കൽ കണ്ടീഷൻ ഫാൾസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വൈൽ ലൂപ്പ് ഇവിടെ എൻഡ് ആവുന്നു. സോ ഈ ഒരു രീതിയിലാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ ഞാൻ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് I = 1 എന്ന് കൊടുക്കുന്നു. സോ ശേഷം ഞാനിവിടെ വൈൽ എന്ന് എഴുതുക. വൈൽ ലൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ്. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ വൈൽ എന്ന് എഴുതിയ ശേഷം റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മളിവിടെ I <= 5. നമ്മൾ 5 വരെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ I 5 5നേക്കാൾ കുറവോ ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ Iൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ പ്രിൻറ്റ് ലൈൻ മെത്തേഡിനുള്ളിൽ നമ്മുടെ I എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. സോ ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ I എന്ന് പറയുന്ന 1 ആണ്. സോ I 5നേക്കാളും കുറവാണോ അല്ലെങ്കിൽ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ അത് 5നേക്കാളും കുറവാണ്. ആണെങ്കിൽ I എന്ന് പറയുന്ന ആദ്യത്തെ 1 പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്ത കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതായത് Iനോട് കൂടി നമ്മൾ 1 കൂടി കൂട്ടുന്നു. ശേഷം ഇവിടെ I എന്ന് പറയുന്നതിലെ വാല്യൂ 2 ആകുന്നു. സോ ആദ്യം നമ്മൾ ഓൾറെഡി 1 ഉണ്ട്. ++ I എന്ന് എഴുതുന്നത് നമുക്കറിയാം I = I+1 എന്നതിന് തുല്യമാണ്. ശേഷം വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുന്നു 5നേക്കാൾ കുറവോ 5 ആണോ എന്ന്. അപ്പോൾ 2ഉം 5നേക്കാൾ കുറവാണ്. അപ്പോൾ ഈ 2 ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇത് ഇങ്ങനെ 6 ഈ I എന്ന് പറയുന്നതിലെ വാല്യൂ 6 ആകുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഒരിക്കൽ 6 ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു 6 5നേക്കാൾ കുറവാണോ 5 ആണോ എന്ന്. സോ നമ്മുടെ കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആയി. അങ്ങനെ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1 2 3 4 5 വരെ നമ്മുടെ സംഖ്യ പ്രിൻ്റ് ആയത്. സോ അതുപോലെ നമുക്ക് മറ്റൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് 5 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് നോക്കുക. സോ ഞാനിതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മളിത് റൺ ചെയ്താൽ അതുപോലെ തന്നെ 5 പ്രാവശ്യം ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് 5 പ്രാവശ്യം പ്രിൻ്റ് ആയതായി നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഇതേ രൂപത്തിൽ നമുക്ക് ഈ വൈൽ ലൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്. സോ വൈൽ ലൂപ്പിൻ്റെ അടുത്ത മറ്റൊരു വേരിയൻ്റാണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഡു വൈൽ ലൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഡു വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ വീണ്ടും ആ കോഡ് എക്സിക്യൂട്ട് ആവുന്നു. സോ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ ആ ലൂപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിന്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡു എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിനുള്ളിലാണ് നമ്മുടെ കോഡ് എഴുതുന്നത്. സോ നമ്മൾ ആദ്യം out നമ്മൾ I എന്ന് പറയുന്ന സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നു. സോ Iയിലെ ആദ്യത്തെ 1 പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. Iൻ്റെ വാല്യൂനോട് കൂടെ നമ്മൾ 1 കൂട്ടുന്നു. സോ ആദ്യം ഈ കോഡ് റൺ ആവും. അതിനുശേഷമാണ് നമ്മൾ വൈൽ ഉപയോഗിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വൈൽ I <= 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മൾ നേരത്തെ വൈൽ ലൂപ്പിൽ പഠിച്ച പോലെ തന്നെ ഇത് 6 വരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. 6 ആയി കഴിഞ്ഞാൽ I എന്ന് പറയുന്നതിലെ വാല്യൂ 6 ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. സോ നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം 1 മുതൽ 5 വരെ ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. സോ നമുക്ക് 10 തവണ ഹലോ ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെന്ന് വെക്കുക. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ I <= 10 എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ I എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത സ്ഥലത്ത് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് 10 തവണ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. സോ നിങ്ങൾക്കിവിടെ കാണാം റിസൾട്ട് ഹലോ എന്ന് നമുക്ക് 10 തവണ പ്രിൻ്റ് ആയതായി കാണാൻ കഴിയും. സോ ഇതേ രൂപത്തിൽ നമുക്ക് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഉപയോഗിക്കാവുന്നതാണ്.